പ്രതിപക്ഷ ഉപനേതൃപദവിയിൽ ഇടതുമുന്നണിയിൽ അസാധാരണ പ്രതിസന്ധി. CPM CPI സംസ്ഥാന സെക്രട്ടറിമാർ നടത്തിയ ഉഭയകക്ഷി ചർച്ച പരാജയപ്പെട്ടു. സഭയിൽ പ്രത്യേക ബ്ലോക്കായി ഇരിക്കുന്നത് അടക്കമുള്ള ആലോചനയിലാണ് CPI. ഇന്നത്തെ ചർച്ച പൊളിഞ്ഞെങ്കിലും സമവായ നീക്കങ്ങൾ ഇനിയും തുടരും. പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലിയുള്ള CPM CPI തർക്കം അതിരൂക്ഷമാണ്. പ്രതിപക്ഷ ഉപനേതാവ് പദവി കിട്ടിയേ തീരൂ എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആദ്യം വ്യക്തമാക്കിയത് മാധ്യമങ്ങൾക്ക് മുന്നിലാണ്. ഇക്കാര്യത്തിൽ CPMന് വഴങ്ങരുതെന്ന കർശന സമ്മർദ്ദം ബിനോയ് വിശ്വത്തിന് പാർട്ടിക്കകത്ത് നിന്നുണ്ട്. സെക്രട്ടറി തല ചർച്ചയ്ക്ക് AKG സെൻറ്ററിലെത്തി മടങ്ങുമ്പോൾ പക്ഷേ കാര്യങ്ങളത്ര പന്തിയല്ല. നിലപാടിൽ വിട്ടുവീഴ്ചയ്ക്കില്ലാതെ CPMും CPIയും ഇന്ന് നടന്ന ചർച്ച പരാജയപ്പെട്ടു. CPI ആവശ്യപ്പെടുന്ന പദവി നൽകാനാകില്ലെന്ന് CPM വ്യക്തമാക്കി. എന്നാൽ ഇതുവരെ LDF നിയമസഭാ കക്ഷി യോഗം ചേരാനായിട്ടില്ലെന്നും അതിനാൽ പിന്നോട്ട് പോകേണ്ടെന്നുമാണ് CPI നിലപാട്. ചർച്ച വിജയിച്ചില്ലെന്ന് ബിനോയ് വിശ്വം മാധ്യമങ്ങളോട് വ്യക്തമാക്കി. LDFൽ CPI കൊടുക്കുന്ന പ്രാധാന്യം CPMും കൊടുക്കണമെന്ന് അദ്ദേഹം പ്രതികരിച്ചു. മുന്നണിയുടെ മുന്നോട്ടുള്ള നല്ല നീക്കത്തിന് CPI ഒപ്പമുണ്ട്. CPMും ആ നിലപാട് സ്വീകരിക്കണമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. എന്തുകൊണ്ട് പദവി നൽകില്ലെന്ന് CPM പറയട്ടെ എന്നും അദ്ദേഹം പ്രതികരിച്ചു. നിയമസഭയിൽ LDFന് ഇത്തവണ ആകെ 35 MLAമാരാണ് ഉള്ളത്. CPMന് 26, CPIക്ക് 8, RJD 1. സമീപകാലത്തെ ഏറ്റവും ശുഷ്കമായ പ്രതിപക്ഷ നിരയാണ് ഇത്തവണത്തേത്. ഇടതുമുന്നണിയിൽ CPIക്ക് മാന്യമായ പദവി വേണമെന്നാണ് ഉയരുന്ന ആവശ്യം. K. രാജനെ പ്രതിപക്ഷ ഉപനേതാവാക്കണമെന്നും ഇതിൽ വ്യക്തതയില്ലാതെ പാർലമെന്ററി പാർട്ടി യോഗം വിളിക്കരുതെന്നാണ് CPI നിലപാട്. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം വന്ന് തൊട്ടു പിന്നാലെ CPI ഉന്നയിക്കുന്ന ആവശ്യം CPM കേട്ട ഭാവം നടിച്ചിട്ടില്ല. പദവി കിട്ടിയില്ലെങ്കിൽ വിഷമകരമായ തീരുമാനം എടുക്കേണ്ടി വരുമെന്ന് CPI നേതൃത്വം നിലപാടെടുക്കുമ്പോഴാണ് CPM കടുപ്പിക്കുന്നത്. LDFനകത്ത് ആവശ്യപ്പെടേണ്ട കാര്യം ബിനോയ് വിശ്വം പരസ്യമായി പറഞ്ഞതിനെ കൺവീനർ തന്നെ നേരത്തെ തള്ളിപ്പറഞ്ഞിരുന്നു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. ശരി, പറയും എന്താ ഇങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്സും ഇന്റീരിയർ വർക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ നിന്ന് എടുക്കാം. അവിടെ ആകുമ്പോ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ചേട്ടാ, ഫർണിച്ചർ സുനിതയെന്നാണെങ്കിൽ മോഡുലർ കിച്ചണും ഇന്റീരിയർ വർക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോരെ? അതിനവർ ഇന്റീരിയർ വർക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ.